ഹലോ, നമസ്കാരം. പ്രണയം, കൊലപാതകം, ആത്മഹത്യ. ആത്മഹത്യ, പ്രണയം, കൊലപാതകം. ഓ, പ്രണയം എന്നൊക്കെ പറയുന്നത് എന്തൊരു സൗന്ദര്യമുള്ള വാക്കാണല്ലേ. വാക്ക് മാത്രമല്ല, വല്ലാത്തൊരു വികാരമാണ്. പക്ഷേ ഈ പ്രണയത്തിൻ്റെ കൂടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടി വരുമ്പോൾ മൊത്തത്തിൽ പ്രണയം എന്ന് പറയുന്ന വികാരത്തിൻ്റെ മുകളിൽ ചോര കോരി ഒഴിച്ച പോലെയാണ്. സീരിയസ്ലി അല്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനിപ്പോൾ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാവും. രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നു. അങ്ങനെ പ്രേമിച്ച് ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ആ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടുണ്ടാകുന്ന സമയത്ത് ബ്രേക്കപ്പ്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്തുണ്ടാകുന്നു? പ്രേമ നൈരാശ്യം, സങ്കടം, വിഷമം, അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥ. അപ്പോൾ പ്രേമ നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. ഇനി അടുത്ത ഘട്ടം, അടുത്ത ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമിക്കുന്നു, പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരാൾ ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് പറയുന്നു, ബ്രേക്കപ്പ് ആവുന്നു. അപ്പോഴേക്കും ഇപ്പുറത്ത് നിൽക്കുന്നവന് പക, വിരോധം, ദേഷ്യം. അതെങ്ങനെ എന്നെ കിട്ടിയാൽ മതി, എന്നെ മാത്രമേ കിട്ടാൻ വേണ്ടി പാടുള്ളൂ, അങ്ങനെ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇല്ലാതാക്കണം. എങ്ങനെ ഇല്ലാതാക്കണം? പ്ലാൻ ചെയ്യാൻ തുടങ്ങും, ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പ്ലാന് കിട്ടുന്നു, അങ്ങോട്ട് ആ ക്രൈം എക്സിക്യൂട്ട് ചെയ്യുന്നു, കൊലപാതകം നടത്തുന്നു. ഇനി മറ്റൊരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മയുടെ കേസ്. പ്രേമിക്കുന്നു, ഇവനെ ഒഴിവാക്കണം, ആരെ? ഷാരോണിനെ ഒഴിവാക്കണം. വേറൊരു കല്യാണാലോചനയൊക്കെ വന്നു, അപ്പം അയാളെ കെട്ടണം. ഇവനെ ഒഴിവാക്കണ്ടേ? ഇവനെ ഒഴിവാകുന്നില്ല. അപ്പം എന്ത് ചെയ്യും? ഇല്ലാതാക്കണം. വിളിച്ചു വരുത്തി അല്ലേ? വിളിച്ചു വരുത്തി കഷായം, വിഷം കൊടുത്തങ്ങട് ഇല്ലാതാക്കി. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തോ നാട് ഇത്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നത്. എന്തത് ഈ പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറേ ആയി നടക്കണു, കുറേ ആയി. അപ്പം നമ്മൾ തന്നെ ഈ ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ആ സമയം തൊട്ടേ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് തഴക്കം വന്നു, ഞെട്ടലൊന്നും ഇല്ലാതായി. ഞാൻ അന്ന് തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ക്രൈമൊക്കെ ഇനിയും കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഇത് നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. എന്ത് ചെയ്യാനാണ്? അത് തന്നെ ഇപ്പോഴും ചോദിക്കാനുള്ളത്. എന്ത് ചെയ്യാനാണത്? എന്ത് ചെയ്യാനാണ്? ഞെട്ടലില്ലെന്നേ ഉള്ളൂ. പലതും കാണുമ്പോൾ പേടിയൊക്കെ ആവുന്നു. ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ പോണേ എന്നുള്ളൊരു രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി പോകുന്നേ. അല്ല, ഞാനറിയിച്ച് നോക്കുമായിരുന്നു, ഇവിടെ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്കൊന്നും പേടിയില്ലേ, ഭയമില്ലേ? പിടിക്കപ്പെടും എന്നുള്ളൊരു ഇല്ലേ? അതോ പിടിക്കപ്പെട്ടാലും എത്ര തന്നെ എനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പം ന്യൂസിലൊക്കെ പലരെയും പിടിച്ചുകൊണ്ടൊക്കെ പോകുന്ന സമയത്ത് പലർക്കും വലിയ കൂസലൊന്നുമില്ല, വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെയാണ്. ഇന്നലെ ഒരു ലഹരി കേസിൽ അമ്മയെ കൊന്നയക്കാൻ ഉമ്മയൊക്കെ വെച്ചിട്ടൊക്കെ മീഡിയയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. സോ ദേ ആർ കോൺഫിഡൻ്റ് ആൻഡ് ആർക്കും ഭയമില്ലടോ ഒരു ക്രൈം നടത്തുന്ന സമയത്ത്. അതാണ് ലൈക്ക്, അതോ എനിക്കറിയില്ല, പലർക്കും ഞാൻ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? ഞാൻ പിടിക്കപ്പെടത്തില്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എൻ്റെ പ്ലാൻ കിടലിനാണ്, ഞാൻ കിടലിനായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ പലർക്കും ഉള്ളത്? എന്നാൽ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. എങ്ങനെ? ഇവിടെ എല്ലാവരും പെടുന്നുണ്ട്. എന്താണ് വിധി ഏത് തരത്തിലാവുന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ ഇവിടെ ക്രൈം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പെടുന്നുണ്ട്, ഞാനും പിടിക്കപ്പെടും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുന്നില്ല. അപ്പോഴും ഈ ക്രൈം ചെയ്യുന്ന ആളുകൾ എന്താ ചിന്തിക്കുന്നത്? അത് അവരുടെ പ്ലാന് മോശമായതുകൊണ്ടാണ്, നമ്മുടെ പ്ലാന് കിടലിനായതുകൊണ്ട്
നമ്മളത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും, നമ്മളൊന്നും പിടിക്കൂല എന്നുള്ളൊരു അന്തമാതിരി തോട്ട്, അന്തമാതിരി കോൺഫിഡൻസ് എന്നുള്ളൊരു സാധനമൊക്കെയാണ്. അവിടെ ഭയം എന്ന് പറഞ്ഞൊരു സാധനം പല ക്രൈം ചെയ്യുന്ന ആളുകൾക്കും ഇല്ല എന്ന് എനിക്ക് പല സാഹചര്യത്തിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ തലച്ചോറൊക്കെ പ്രവർത്തിക്കുന്നത് സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ അല്ലെന്ന് തോന്നുന്നു. ദേ ആർ ഡിഫറെൻറ്റ്. അവർക്ക് ഒരു സാധനം അങ്ങോട്ട് തീരുമാനിക്കുമ്പോൾ ഇല്ലാതാക്കണം, കൊലപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോഴേക്കും, തീരുമാനം എടുക്കുമ്പോഴേക്കും പിന്നെ അവർ അവിടുന്ന് പിന്നോട്ടടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങോട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരെ അവരുടെ ചിന്ത അതിലേക്കായി, ഗൂഗിളിൽ തപ്പലായി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുക. വേറെ മൂഡിലേക്ക് പോവുകയാണെന്നേ ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാർ, വേറെ മൂഡിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ഗ്രീഷ്മയുടെ എന്നെ കേട്ടപ്പോൾ എങ്ങനെയാണ് കേട്ടത്, അവർ ഗൂഗിളിൽ എങ്ങനെ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് തപ്പിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് അല്ലേ ന്യൂസിലൂടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അവരും പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് അവരെ ജ്യൂസിൽ കഷായം കൊടുക്കുക, എന്താണ് കൊല്ലുക എന്നുള്ളൊരു സംഭവമൊക്കെ അവർ കൺവിൻസ് ചെയ്തിട്ട് അവനെ വിളിച്ചു വരുത്തുന്നു, കൺവിൻസ് ചെയ്തിട്ടൊക്കെ കൊടുത്ത് കഴിപ്പിക്കുന്നു. സി ആ മെൻറ്റാലിറ്റി, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മെൻറ്റാലിറ്റി ഓഫ് ദാറ്റ് വിമൻ. അവരുടെ മാത്രമല്ല പറയുന്നത്. ഇപ്പം കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവം, വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ഒരു ചെക്കൻ കൊന്നല്ലോ. ഇതേപോലെ തന്നെ പ്രണയം പക ബ്രേക്കപ്പ്, അത് ബ്രേക്കപ്പാണ്. അത് ബ്രേക്കപ്പ് കാരണം ഇവനത് അങ്ങോട്ട് ദേഷ്യം, അവൻ എന്താ അർത്ഥം എന്തോ കൊന്നു, തലയ്ക്കെന്താ അടിച്ച്, ഇവിടെ എന്തൊക്കെയോ വെട്ടി, കഴുത്തൊക്കെ അറുത്ത്, അങ്ങനെയുള്ള പോലെയൊക്കെ ആയിരുന്നു അത്. അപ്പം ആ ചെക്കൻ ഇപ്പം ഗ്രീഷ്മയെ അത്തരത്തിൽ എന്തോ ഡയലോഗ് അടിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ബട്ട് അന്ന് ആ ചെക്കൻ, ആ വിഷ്ണുപ്രിയനെ കൊന്ന ചെക്കൻ അന്ന് അടിച്ച ഡയലോഗാണ് എന്ത്, ഞാനിപ്പോൾ അകത്താവുന്നത് ഈ പ്രായത്തിലാണ്, ഞാൻ ഇത്ര കാലം അതിൻ്റെ അകത്ത് പോയിട്ട് പെടും, എൻ്റെ ശിക്ഷ ഇത്ര കൊല്ലമായിരിക്കും, ആ ശിക്ഷ ഇത്ര കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്ര പ്രായം, അത് കഴിഞ്ഞാലും എനിക്ക് ജോലി എടുത്ത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും എന്ന് ആ ചെക്കൻ അന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ മീഡിയയിലൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു പെൺകുട്ടിയെ കൊന്ന ചെക്കനാണ് ആ ഡയലോഗ് അടിക്കണേ, മനസ്സിലായ? അപ്പം ഹീസ് കോൺഫിഡൻറ്റ് ആൻഡ് ഹീസ് നോട്ട് വെറീഡ് അബൌട്ട് എന്താ പറയുക, എന്താണ് അവന് കിട്ടാൻ വേണ്ടി പോകുന്ന ശിക്ഷ, അല്ലെങ്കിൽ അവൻ്റെ ഭാവി, അല്ലെങ്കിൽ അവൻ ചെയ്ത ക്രൈമിന് അവൻ്റെ റിഗ്രറ്റ് അടിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു റിഗ്രറ്റ് അടിക്കുന്ന ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ആക്ച്വലി ഇല്ല. എന്ത് റിഗ്രറ്റ്? അങ്ങനെയുള്ള ആൾക്കാർക്ക് റിഗ്രറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം കൊലപാതകമൊക്കെ നടത്തുക എന്ന് പറയുന്ന സമയത്ത് അത് വേറെ മൈൻഡുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം നടക്കുള്ളൂ തന്നെ. അപ്പം അവർക്ക് എന്ത് റിഗ്രറ്റ്? നോ 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 ഒരുപാട് നാൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. സോ അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. അവർ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ നിയമം എന്നെ എന്ത് വിധിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്താവുന്നൊന്നും അവർ കൺസേൺഡ് അല്ല. അവർക്ക് ആ ക്രൈം നടത്തുന്ന സമയത്ത് ഇതങ്ങ് ചെയ്യണം, ഇല്ലാതാക്കണം. അവിടെ അവരുടെ ആ ഒരു ഈഗോ, അവരുടെ ഒരു വാശി, അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടം, അവരുടെ ആ സമയത്തുള്ളൊരു ആഗ്രഹം, അതവർക്ക് നടത്തി കിട്ടണം എന്നുള്ളൊരു സംഭവം മാത്രമേ ആക്ച്വലി ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കറിയില്ല അത് എൻ്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ നിഗമനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇത് വേറെ തന്നെ ഒരു മേഖലയാണെന്ന്. ഇവിടെ ഇപ്പോൾ നിയമം, ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസിൽ വധശിക്ഷ വിധിച്ചു, അതെന്താണെന്നുള്ളത് അറിയില്ല. അവർ അപ്പീൽ പോവോ, അതിനുശേഷം അവരുടെ വിധിക്ക് വല്ല മാറ്റം വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ തൂക്കിക്കൊല്ലലായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിധി സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ക്രൈം കുറയുമോ? അത്തരത്തിലുള്ള വിധി വരണം തന്നെയാണ് കേട്ടോ. കൃത്യമായ തെളിവുകളും കൃത്യമായിട്ടുള്ള എവിഡൻസുകളും പരിപാടികളൊക്കെ ഒരാൾക്ക് നേരെ ഉണ്ട് ഒരു കൊലപാതകം നടത്തിയതിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതാണ്. ഇന്ന ആളെ, ഗ്രീഷ്മേനെ മാത്രമല്ല, അത്തരത്തിലുള്ള ക്രൈം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആളുകൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ എല്ലാ രീതിയിലും ഒരാൾക്കെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേ രീതിയിലുള്ള വളരെ എക്സ്ട്രീമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ആക്ച്വലി വിധിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പലർക്കും ഒരു ഭയം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും അപ്പോഴും ഈ എക്സ്ട്രീം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ. എക്സ്ട്രീം ക്രിമിനൽ മെൻറ്റാലിറ്റി, ഒരു തരത്തിലും പേടിയില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വേറൊരു മൂഡിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഇവിടെ ഉണ്ട്. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ എന്താ പറയുക ഈ പറഞ്ഞ കോടതി ഇല്ല. അത് ക്രൈം നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രണയത്തിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ
വേറെ ഇവിടെ പ്രണയമല്ലാതെ, പ്രണയത്തിൻ്റെ വിഷയമല്ലാതെ വേറെ പല കാര്യങ്ങൾ കൊണ്ടുള്ള, പല കാരണങ്ങൾ കൊണ്ടുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്തിട്ടൊന്നും പറയാനുള്ള ഇതൊന്നും ഇല്ല. ഇവിടെ പ്രണയം മാത്രം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യകളെ കുറിച്ചിട്ടും പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചും മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നത്. സത്യത്തിൽ ഇതെങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അത് ഡിസ്കസ് ചെയ്യണം. ഇവിടെ ഒരു ക്രൈം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നതിന് ശേഷം അവിടെ ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ടെന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് നടക്കട്ടെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കട്ടെ. പക്ഷെ ഇപ്പുറത്ത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യകൾ, പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊലപാതകങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇത്തരത്തിൽ ഉള്ള എന്താ പറയുക, അത് നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിബേറ്റുകളാണ് ആക്ച്വലി വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അത്തരത്തിലുള്ള ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള പഠനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഡിബേറ്റ്സ് ആണ് ഇവിടെയുള്ള ചാനൽ ചർച്ചകളിൽ ആക്ച്വലി വരേണ്ടത്. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ക്രൈം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ട് നാല് അഭിപ്രായം പറയുന്ന, അത് നടക്കട്ടെ ഒരു സൈഡിൽ കൂടെ, വേണ്ടെന്നല്ല, നല്ലതാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായങ്ങളുമായിട്ട് ആളുകൾ വരുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളെ കൊണ്ട് പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷേ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തെ വലിയ തേങ്ങാക്കൊലയായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലായ? ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവനവൻ്റെ ലൈഫുണ്ട്, അവനവൻ്റെ ജോലി, അവനവൻ്റെ പണം, അവനവൻ്റെ കുടുംബം എന്നുള്ള രീതിയിലൊക്കെ കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ചിന്തിക്കാനും ഒക്കെ ശ്രമിച്ച് അങ്ങനെ ആത്മഹത്യയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ അങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മനസ്സിലായില്ലേ? അത് ആത്മഹത്യ ചെയ്ത് അവനവന് പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ആർക്കും യാതൊരു ഗുണവുമില്ല. പിന്നെ ഇപ്പുറത്ത് കൊലപാതകമാണ്. എനിക്കറിയില്ല ഈ കൊലപാതകം നടത്തുന്ന ആൾക്കാരെ എങ്ങനെ ഉപദേശിക്കണം, അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി എക്സ്ട്രീംലി സൈക്കോളജിസ്റ്റൊന്നും അല്ലാത്തതുകൊണ്ട്, നമുക്ക് ക്രിമിനോളജിസ്റ്റൊന്നും അല്ലാത്തതുകൊണ്ട് അവരുടെ മെൻറ്റാലിറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് അവരെ ഉപദേശിക്കാൻ എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ. അവരെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് ആക്ച്വലി പറ്റില്ല. കാരണം അത് വേറെ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇവിടെ പറയാനുള്ളത്, എക്സെപ്റ്റ് ദ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നത് തന്നെ നല്ലത്. അതെനിക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോട് മാത്രമാണ്, ആത്മഹത്യ ചെയ്യാനുള്ള ചിന്താഗതിയുള്ള ആളുകളോട് മാത്രമാണ് എനിക്ക് ഇവിടെ ഉപദേശമല്ല, എനിക്ക് ജസ്റ്റ് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് അവരോട് മാത്രമാണ്. നിങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കണം, നിങ്ങളുടെ പ്രേമം പൊട്ടി, അപ്പോൾ നിങ്ങൾക്ക് നൈരാശ്യം അങ്ങോട്ട് എക്സ്ട്രീം ലെവലിലെത്തി, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നണം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആത്മഹത്യ ചെയ്ത ആർക്കും പോയില്ല, നിങ്ങൾക്ക് പോയി, നിങ്ങളുടെ കുടുംബത്തിനും പോയി. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആത്മഹത്യ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫുമായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നൊരു സംഭവം. ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത ഉണ്ടാകുന്ന ആളുകൾ ചിന്തിച്ചിട്ട് ആത്മഹത്യയിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലിങ്ങിന് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറാപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. സോ സ്വന്തം ജീവൻ ആത്മഹത്യ ചെയ്തൊന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ റിജക്ഷനൊക്കെ കിട്ടുന്ന സമയത്ത് സീരിയസ്ലി നിങ്ങളിപ്പോൾ ഒരാളെ പോയി പ്രപ്പോസ് ചെയ്തു, നിങ്ങളൊരാളെ പോയി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അവർ നോ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ പോട്ടെ പുല്ല് പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ കൂടുതൽ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഉപരി സ്നേഹിക്കണം, വേണ്ടെന്നല്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആരും സ്നേഹിക്കേണ്ടതെന്ന് അറിയുമോ? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. സെൽഫിഷ് ആവണമെന്നല്ല, പക്ഷെ നമുക്ക് നമ്മളോടൊരു ബഹുമാനമൊക്കെ വേണം, നമ്മളോടൊരു സ്നേഹമൊക്കെ ആക്ച്വലി വേണം. സോ നമുക്കൊരു റിജക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ മാൻ, ബൈ ബൈ. പ്രപ്പോസ് ചെയ്യാനൊക്കെ പോണ സമയത്ത് നോ എന്ന് പറഞ്ഞാൽ ബൈ ബൈ, ഓക്കെ താങ്ക് യു. ആ ഒരു മൂഡ് ആയിരിക്കണം. അതാണ് മാൻ, അതാണ് ക്വാളിറ്റി. അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് ആസിഡ് ഒഴിക്കാൻ പോവുക, അല്ലെങ്കിൽ തലർത്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുക, അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത്. ആ ചിന്താഗതിയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബോർഡർ ലൈനിലായിരിക്കും ചില ആൾക്കാരുടെ അത്തരത്തിലുള്ള തോട്ട് നിൽക്കുക. ബോർഡർ ലൈനിൽ, എക്സ്ട്രീം അല്ലാതെ ബോർഡർ ലൈനിലായിരിക്കും നിൽക്കുന്നത്. ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് പിന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവരെ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടൊന്ന് പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നോ, അത്തരത്തിലുള്ള തോട്ടിലേക്ക് പോകരുത്. പിന്നെ ഇവിടെ ഗ്രീഷ്മയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഗ്രീഷ്മയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു.
ഇപ്പം ഇത്ര നേരം സംസാരിച്ചത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഗ്രീഷ്മയുടെ കാര്യമല്ല, മനസ്സിലായി. ഇത്ര നേരം സംസാരിച്ചത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഗ്രീഷ്മയിലേക്ക് വരുന്ന സമയത്ത് ഗ്രീഷ്മേനെ കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നത് ഉണ്ടായിരുന്നു. ഗ്രീഷ്മ നടത്തിയിരിക്കുന്നത് ഒരു കൊലപാതകമാണ് മാൻ. എന്തൊക്കെ പറഞ്ഞാലും ഗ്രീഷ്മയോടെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഗ്രീഷ്മ നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ്, മനസ്സിലായില്ല. ആർക്കാണ് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമുള്ളത്? ഇല്ല, ഒരു ജീവനാണ് ആക്ച്വലി പോയത്. അപ്പോൾ ഇവിടെ ന്യായീകരിക്കാനൊന്നും ഇവിടെ ആരും നിൽക്കണ്ട. പലരും ന്യായീകരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഷാരോണിൻ്റെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും, ഷാരോൺ ഉണ്ടെങ്കിൽ ഇവരുടെ ഫോട്ടോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, ഷാരോണിൻ്റെ അടുത്ത് എന്താണ് പറയുക, ഈ ബന്ധം പിരിയേണ്ട കാര്യം പറഞ്ഞ സമയത്ത് ഇവൻ പോവാത്തത് കൊണ്ടായിരിക്കും, ബന്ധിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങൾ ഒരുപാട് പേരില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ആൾക്കാരെങ്കിലും അത്തരത്തിൽ ഗ്രീഷ്മേനെ ന്യായീകരിക്കുക എന്നല്ല, അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ആക്ച്വലി പറയുന്നത് കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടായിരുന്നു. എനിക്ക് അവരോട് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കൊല്ലൂ, അങ്ങനെ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ടല്ലേ കൊന്നു, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, നീ കൊന്നോ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റുമോ? അത്തരത്തിൽ അവരെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു എൻകറേജ്മെന്റ്. അവർക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്യാനുള്ളൊരു എൻകറേജ്മെന്റ് അല്ലേ ആക്ച്വലി അത്. അതുകൊണ്ടായി കൊന്നോട്ടെ. സി എന്താ പറയുക, ഈ എന്താണ് അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്രോച്ച് ഷാരോണിൻ്റെ ഭാഗത്ത് നിന്ന് ഗ്രീഷ്മയുടെ ഓപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൊല്ലേ അല്ല, അവിടെ ബുദ്ധി ഉപയോഗിക്കണം. പഠിക്കാൻ വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എന്ത് വിവരം ഇതാക്കണം? ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ആയിക്കോട്ടെ, വോയിസ് റെക്കോർഡ് ചെയ്യാം, മനസ്സിലായില്ലേ? ഫോൺ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് വോയിസ് റെക്കോർഡ് ചെയ്യാം, തെളിവുകൾ ഉണ്ടാക്കാൻ. അത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇപ്പം ഇന്ന് വന്നിട്ട് എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ അയാൾ എൻ്റെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടാകുമല്ലോ. ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള തെളിവ് ശേഖരിക്കും. അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ ശേഖരിക്കും. ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സംസാരം, ആ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യും. ഈ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് നിയമപരമായിട്ട് നീങ്ങാനോ പോലീസിനെ പോയി കാണാം, കംപ്ലൈൻറ്റ് കൊടുക്കാം. സോഷ്യൽ മീഡിയ ഇസ് ആക്റ്റീവ് നാവും. അത്തരത്തിലുള്ള രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകൾ കംപ്ലീറ്റ്ലി ഇതാക്കിയിട്ട് നിയമപരമായിട്ട് അങ്ങനെ ഡീൽ ചെയ്യാം. എന്താ എന്നെ ഇന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ വാട്സാപ്പിൽ വന്ന മെസ്സേജുകളുണ്ട്, ഓഡിയോ ഉണ്ട്, എന്നെ നേരിട്ട് വന്നിട്ട് ഇങ്ങനെ ഓഡിയോ ഭീഷണിപ്പെടുത്തി എൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്, ഇതൊക്കെ ഇതാക്കാമല്ലോ, ഇതൊക്കെ ശേഖരിക്കാം. എന്നിട്ട് നിയമപരമായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്യണ്ടേ? അതല്ലേ യഥാർത്ഥ രീതി. നിയമപരമായിട്ട് നീങ്ങണ്ടേ? അത് ചെയ്യണതിന് പകരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇങ്ങനൊരു തീരുമാനം, ഒരു കൊലപാതകം, അതെന്താ എല്ലാം എൻ്റെ ഓഫ് ദ ഡേ എന്ന് അങ്ങോട്ട് ഒന്നേക്കാന്ന് അങ്ങോട്ട് എല്ലാവരും തീരുമാനിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നിയമപരമായിട്ട് പോകാതെ, ആരും ആ രീതിയിലൊന്നും നീങ്ങാതെ കംപ്ലീറ്റ്ലി എന്നാൽ പിന്നെ അങ്ങോട്ട് ഈ രീതിയിൽ ഒന്നേക്കാം, അതോടുകൂടി തീർന്നല്ലോ എന്നുള്ളൊരു തോട്ടിൽ അങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ പിന്നെ തമ്മിൽ എല്ലാവർക്കും കൊല്ലാനുള്ളൊരു ലൈസൻസ് ആയില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ടുള്ള പരിപാടികളും കൊണ്ടൊന്നും ആരും കമൻറ്റ് ബോക്സിലാണെങ്കിലും വീഡിയോ കൊണ്ടൊന്നും വരേണ്ട യാതൊരു ആവശ്യമില്ല. അത് വളരെ പരിതാപകരമാണ്, അത് ശോകമാണെന്ന് പറയാനുള്ളൂ. അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പറഞ്ഞു 18 മിനിറ്റായി. ഞാൻ പരമാവധി എൻ്റെ വീഡിയോ ഷോർട്ടാക്കാനാണ് നോക്കുന്നത്. പക്ഷെ എൻ്റെ ആശയങ്ങൾ കുറച്ച് സീനാണ്. ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരും. സോ അത് ലോങ് ആയി പോകുന്നതാണ്. ക്ഷമിക്കുക. എത്ര പേര് കണ്ടുവെന്നൊന്നും അറിയില്ല. കൂടുതൽ കാണാനൊന്നും സാധ്യതയില്ല. ആർക്കും ക്ഷമയൊന്നുമില്ലല്ലോ കാണാൻ. പിന്നെ ഇവിടെ തൊലിഞ്ഞ കോസിപ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാണും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ കിട്ടിയ വിധി, ഈ കോടതി വിധിച്ച വിധി എന്ന് പറയുന്നത് അർഹിച്ചു തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കിട്ടണം. കാരണം കൊന്ന രീതി, പ്ലാൻ ചെയ്ത രീതി, എവറിത്തിങ് കോടതി വെച്ചത് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ അതിനർത്ഥം കുറേ ആൾക്കാർ ചോദിക്കും, ഗ്രീഷ്മയ്ക്ക് മാത്രം അങ്ങനെ കൊടുത്തു, ഇവിടെ വേറെ കുറേ ആൾക്കാർ ഇവിടെ പീഡനം നടത്തിയിട്ടില്ലേ, അകത്ത് പോയിട്ടില്ല, അങ്ങനെ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഇവിടെ അത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന, കൊലപാതകം ചെയ്യുന്നവരായിക്കോട്ടെ, പീഡിപ്പിക്കുന്ന ആളുകളായിക്കോട്ടെ,
എന്താണ് പറയുക, അത്തരത്തിലുള്ള ക്രൈംസ് ചെയ്യുന്ന ആളുകൾ, ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുക, ഒരാളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്യുക, അത്തരത്തിലുള്ള രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ക്രൈം ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് നേരെ ഉണ്ടാവേണ്ട വിധി എന്ന് പറയുന്നത് തൂക്കുകയറായിരിക്കണം. തൂക്കുകയറിൻ്റെ അപ്പുറം ഇനി വല്ല എക്സ്ട്രീം ആയിട്ടുള്ള ശിക്ഷകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ശിക്ഷകൾ വിധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് ഇവിടെ ഭീഷ്മയ്ക്ക് മാത്രം ഇത് കിട്ടിയാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇത്തരത്തിലുള്ള ബ്രൂട്ടൽ ക്രൈം, അത് റേപ്പ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളായിക്കോട്ടെ, ഇത് ചെയ്യുന്ന ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ചെയ്തു എന്നുള്ളൊരു ഉറപ്പ് 100% ഉണ്ട് എന്നുണ്ടെങ്കിൽ വിധിക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ശിക്ഷ എന്താണോ അത് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല പറയാൻ. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് അവർക്ക് കൊടുത്തില്ല അതുകൊണ്ട് ഇവർക്ക് കൊടുത്തു കിട്ടട്ടെ, ഇനി അതൊരു ഇതാവട്ടെ. അതായത് വേണ്ടി പറയണേ, കൃത്യമായ തെളിവുകൾ ഒരാൾക്കെതിരെ ഉണ്ടെങ്കിൽ എക്സ്ട്രീം ശിക്ഷകൾ വിധിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നേ പറഞ്ഞുള്ളൂ. ക്രൈമുകൾ തടയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ വിധികൾ ഉണ്ടാവുന്ന സമയത്ത് ക്രൈമിൻ്റെ ബ്രൂട്ടാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള എന്താ പറയുക, വിധി അർഹിക്കുന്ന ആളുകൾക്ക് അർഹിക്കുന്ന ലെവലിലുള്ള വിധി തന്നെ വരണം എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ് ഇപ്പോൾ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ശരി.